ഏറ്റവും പുതിയ സിനിമാ വാർത്തകൾക്കായി മലയാളം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. മെയ് 1 തിയേറ്ററുകളിലെത്തിയ സൂര്യയുടെ ഏറ്റവും പുതിയ ചിത്രമായ റെട്രോ സമ്മിശ്ര പ്രതികരണങ്ങളുമായി മുന്നേറുകയാണ്. സംവിധായകൻ കാർത്തിക് സുബരാജ് അവതരിപ്പിച്ച വ്യത്യസ്തമായ കഥ പറച്ചിൽ ഒരു വിഭാഗം പ്രേക്ഷകരെ ആകർഷിക്കുമ്പോൾ മറ്റു ചിലർക്ക് സിനിമയുടെ ഇതിവൃത്തം വേണ്ടത്ര ഫലപ്രദമായില്ല എന്ന അഭിപ്രായവുമുണ്ട്. കാർത്തിക് സുബരാജും സൂര്യയുമായി ആദ്യമായി ഒന്നിക്കുന്ന ഈ ചിത്രം റിലീസിന് മുമ്പേ തന്നെ കേരളത്തിൽ വലിയ ഹൈപ്പ് സൃഷ്ടിച്ചിരുന്നു. ഇപ്പോഴിതാ സിനിമയുടെ കേരളത്തിലെ ആദ്യ ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നു. അണിയറ പ്രവർത്തകർ അറിയിച്ചതനുസരിച്ച് ചിത്രത്തിന് ആദ്യ ദിവസം 2.5 കോടി രൂപ കളക്ഷനാണ് നേടാൻ കഴിഞ്ഞത്. അതേസമയം ദേശീയ തലത്തിൽ റെട്രോയുടെ ആദ്യ ദിവസത്തെ കളക്ഷൻ 20 കോടി രൂപയാണ് എന്നും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ദേശീയ മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ പ്രകാരം സൂര്യയുടെ മുൻ ചിത്രമായ കങ്കുവയുടെ ആദ്യ ദിവസത്തെ കളക്ഷനേക്കാൾ കുറവാണ് റെട്രോയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. കങ്കുവ ആദ്യ ദിവസം 22 കോടി രൂപ കളക്ഷൻ നേടിയിരുന്നു. ഈ താരതമ്യം റെട്രോയുടെ ബോക്സ് ഓഫീസ് പ്രകടനത്തെക്കുറിച്ചുള്ള ചർച്ചകൾക്കും വഴിതെളിയിക്കുന്നു. ചിത്രത്തിൻ്റെ വ്യത്യസ്തമായ ആഖ്യാന രീതിയും സൂര്യയുടെ അഭിനയവും പ്രശംസ നേടിയെങ്കിലും ചില പ്രേക്ഷകർക്ക് കഥയുടെ ഒഴുക്കിൽ അത്രയ്ക്ക് തൃപ്തി ഉണ്ടായില്ല. എന്നിരുന്നാലും ആദ്യ ദിവസത്തെ മികച്ച കളക്ഷൻ റെട്രോയ്ക്ക് വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രേക്ഷകരെ ആകർഷിക്കാൻ സാധിക്കുമോ എന്ന് വരും ദിവസങ്ങളിൽ കണ്ടറിയണം.